ഓഡിയോ ക്ലിയർ അല്ലേ? ഒന്ന് കമന്റില് പറയോ? ഓഡിയോ ക്ലിയർ അല്ലല്ലേ? ഓക്കെ. സ്ക്രീന് കാണുന്നുണ്ടോ നോട്ട്സ് എല്ലാവർക്കും? ഓക്കെ. നോട്ട്സ് എല്ലാവർക്കും കാണുന്നില്ലേ? ഇപ്പൊ കാണുന്ന ഈ നോട്ട്സ് എല്ലാവർക്കും കാണുന്നില്ലേ? കമന്റിലൊന്ന് പറയോ? നോട്ട്സ് കാണുന്നുണ്ടോ? ഇപ്പൊ നോട്ട്സ് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വിവരാവകാശ നിയമമാണ്. നോട്ട്സ് എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇനി ഒരു വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 അധ്യായം ഉള്ളത്. എത്ര ഷെഡ്യൂൾ ഉണ്ട്? 2 ഷെഡ്യൂൾ. അതായത് എത്ര പട്ടികകൾ ഉണ്ട്? 2 പട്ടികകളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. ഇനി എത്ര ആർട്ടിക്കിൾ ആണ് ഉള്ളത്? 31 ആർട്ടിക്കിളാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്നത്.
വിവരാവകാശ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് വിവരം അറിയാനുള്ള അവകാശവും ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് അവര് നൽകുന്ന അപേക്ഷയുടെ മറുപടി കൃത്യമായി നൽകുവാനുള്ള സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ കടമയെ കുറിച്ച് പറയുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമം രൂപീകരിക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ 1987. അപ്പൊ പറഞ്ഞത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ്. ഇതിന് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സംഘടന MKSS. വർഷം ചോദിച്ചു കഴിഞ്ഞാല് 1987. ഇനി സ്ഥാപകര് അരുണ റോയ്, ശങ്കർ സിംഗ് നിഗിൽഡെ. ഈ നിയമം നിലവിൽ വന്നതോടെ അപ്രസക്തമായ നിയമം, അല്ലെങ്കിൽ എന്ത് പറയാം, ഈ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഇനി അപ്പൊ എന്താണ് ഈ നിയമം നിലവിൽ വന്നതോടെ അപ്രസക്തമായിട്ടുള്ള നിയമമാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇനി സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിവരാവകാശ കമ്മീഷൻ ഒരു നിയമ സ്ഥാപനവും അതുപോലെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിയമ സ്ഥാപനമാണ്, അതേപോലെ തന്നെ ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവും ആണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നിയമ സ്ഥാപനമാണ്, അതുപോലെ തന്നെ എന്തുവാണ്? ഒരു ക്വാസി അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്, ഒരു നിയമ സ്ഥാപനമാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ഷാഹിദ് റാസ ബർണെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതാണ് വർഷം? 2005 ഒക്ടോബർ 12. ഈ നിയമപ്രകാരം എന്താണ് ആദ്യമായിട്ട് ഒരു അപേക്ഷ നൽകിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാല് ഷാഹിദ് റാസ ബർണെ 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പൊ 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് അപേക്ഷ ഓൺലൈനായിട്ട് നൽകുന്ന സംവിധാനം കൊണ്ടുവന്ന മഹാരാഷ്ട്രയാണ്. ടെലിഫോണിലൂടെ വിളിച്ച് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാം, അത് കൊണ്ടുവന്നത് ഉത്തർപ്രദേശാണ്. കൃത്യമായിട്ട് വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് എന്താണ്? മുൻഗാമി ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നിയമസ്ഥാപനമാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഇനി പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്ര. നമ്മൾ ഏതൊരു പോർഷൻ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ അറിയണം. ആൻസറിനേക്കാളും ക്വസ്റ്റ്യൻ എന്താ നമുക്ക് അറിയണം. മഹാരാഷ്ട്രയുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൺലൈനായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ്. ഉത്തർപ്രദേശ് ആണെങ്കിൽ ടെലിഫോണിലൂടെ വിവരാവകാശ നിയമം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ്. അരുണാചൽ പ്രദേശ് കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശം നിലവിൽ വന്ന രാജ്യം ഏതാണ്? അത് സ്വീഡനാണ്.
ഇന്ത്യയിലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നാലും ഇതൊക്കെ പറഞ്ഞു പോയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട് 1997. ഇനി പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 ഒക്ടോബർ 12-നാണ് നമുക്ക് ഈ നിയമം വരുന്നത്. അതിന് മുന്നേ തന്നെ ഈ നിയമം ഓൾറെഡി എവിടെ എക്സിസ്റ്റിംഗ് ആണ്? തമിഴ്നാട്ടിൽ ഫസ്റ്റ് എക്സിസ്റ്റിംഗ് ആണ്. അതേ കൊല്ലം തന്നെ ഗോവയിലും ഉണ്ട്. എന്നാൽ ആദ്യം ഈ 1997 തന്നെ ആദ്യം വന്നത് എവിടെയാണ്? തമിഴ്നാട് എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് മാത്രമല്ല, നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം 2005 ഇന്ത്യയിൽ മൊത്തത്തിൽ നിയമം വന്നപ്പോൾ ആദ്യം നിലവിൽ വന്നത് അതെവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. എന്നാൽ ഈ ഒരു വിവരാവകാശ നിയമം വരുന്നതിന് മുന്നേ പ്രാദേശികമായിട്ട് നിലവിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ക്വസ്റ്റ്യൻ നോട്ട്, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരം നിയമം പാസാക്കിയ ആദ്യ സ്റ്റേറ്റ് തമിഴ്നാടാണ്. എന്നാൽ ഈ ഒരു വിവരാവകാശ നിയമം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാബല്യത്തിൽ വന്നതിന് ശേഷം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? കമന്റിൽ പറയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് വിവരാവകാശ നിയമമാണ്. ആ നിയമത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തെ പറയുന്ന പേരാണെന്ത്? വിവരാവകാശ നിയമം. ഈ നിയമം രൂപീകരിക്കാനായിട്ട് കാരണമായിട്ടുള്ള സംഘടനയാണ് MKSS. അത് രൂപീകൃതമായിട്ടുള്ള വർഷമാണ് 1987. രാജസ്ഥാൻ ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന ഒരു തൊഴിലാളികളുടെയും കർഷകരുടെയും കൂട്ടായ്മയാണ് MKSS. ഈ MKSS ആണ് പിൽക്കാലത്ത് വിവരാവകാശ നിയമം പാസ്സാവാൻ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സംഘടന. ഇതിന്റെ സ്ഥാപകരാണ് അരുണ റോയ്, ശങ്കർ സിംഗ് നിഖിൽഡെ. ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് ഭാവി 2005 ഈ സംഘടനയുടെ ഇമ്പാക്റ്റ് ആണ് നമ്മുടെ 2005 വിവരാവകാശ നിയമം. ഓക്കെ, ഇത് പ്രകാരം ഇതിന് നമുക്കൊരു കീവേഡ് കിട്ടി. ഈ ഒരു സംഘടന രാജസ്ഥാനിലാണല്ലോ. 2005 ഇന്ത്യയിൽ മൊത്തം വിവരാവകാശ നിയമം പാസ്സാക്കിയപ്പോൾ നമ്മുടെ നിയമം ആദ്യം നിലവിൽ വന്നത് ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, ഈ നിയമം നിലവിൽ വന്നതോടെ അപ്രസക്തമായ നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. എന്ന് വെച്ചാൽ ഈ ഒരു നിയമത്തിന്റെ മുൻഗാമി വിവരാവകാശ നിയമം വന്നതോടുകൂടി അപ്രസക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവരാവകാശ നിയമത്തോട് ഈക്വൽ ആയിരുന്ന ഒരു നിയമമായിരുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. പക്ഷെ വിവരാവകാശ നിയമം 2005 വന്നതോടുകൂടി ഈ നിയമം എന്ത് ചെയ്തു? അപ്രസക്തമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണെന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അങ്ങനെ നമ്മുടെ വിവരാവകാശ നിയമം പാസ്സാക്കി. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും? സർക്കാർ ഓഫീസിൽ അപേക്ഷ കൊടുക്കും. ഇത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അപേക്ഷ കൊടുത്ത വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണെ. 2005 ഒക്ടോബർ 12-നാണ് ആ വ്യക്തി എന്ത് ചെയ്തത്? വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. ഇനി 3 ക്വസ്റ്റ്യൻ. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശ്. മഹാരാഷ്ട്രയാണെങ്കിൽ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന സംവിധാനം കൊണ്ടുവന്ന ആദ്യ സ്റ്റേറ്റ്. ഉത്തർപ്രദേശ് ആണെങ്കിൽ ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ്. ഇനി അരുണാചൽ പ്രദേശ് ആണെങ്കിൽ കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അപ്പൊ 3 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. മഹാരാഷ്ട്രയുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൺലൈൻ അപേക്ഷ. ഉത്തർപ്രദേശ് ആണെങ്കിൽ ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. ഇനി അരുണാചൽ പ്രദേശ് ആണെങ്കിൽ എന്താ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സ്റ്റേറ്റ്. ഇത്രയൊക്കെ അല്ലേ? ഇനി ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്നത് 1766 സ്വീഡനിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട്, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സ്റ്റേറ്റ് ചോദിച്ചാൽ തമിഴ്നാട് 1997. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് 1766 സ്വീഡനിൽ പാസ്സാക്കി. ഇന്ത്യയിൽ ആദ്യമായി 1997 പാസ്സാക്കി. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാട് 1997. പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പായിരുന്നു ഈ തമിഴ്നാട്ടിലൊക്കെ എന്ത് വന്നത്? ഈ വിവരാവകാശ നിയമം വന്നത്. ഗോവയിൽ 1997, രാജസ്ഥാൻ, കർണാടക 2000, ഡൽഹി 2001, അസം 2002, മഹാരാഷ്ട്ര 2002, മധ്യപ്രദേശ് 2004, ജമ്മു ആൻഡ് കാശ്മീർ 2004. പിന്നീട് രാജസ്ഥാനിൽ ആണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സായപ്പോൾ ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം. എന്നാൽ പ്രാദേശികമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സ്റ്റേറ്റ് ഏതാണ്? അത് തമിഴ്നാടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലോകത്തിൽ ആദ്യമായിട്ട് സ്വീഡനാണ് ഇത്തരത്തിലുള്ള നിയമം പാസ്സാക്കുന്നത്. ഈ നിയമം ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പൗരർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ PSCയുടെ ഉത്തരം 55 എന്നാണ്. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. എന്താണ് ശരിക്കും എന്താണ് ആൻസർ? ഇത്തരത്തിലുള്ള വിവരം അറിയാനുള്ള പൗരന്റെ അവകാശം ഒരു നിയമമാക്കിയ 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ PSCയുടെ ആൻസർ എത്രയാണ്? അത് 55. നോട്ട് ചെയ്യാട്ടോ. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇപ്പൊ അടുത്തത് വരെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ നോക്കാം. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം പൗരരെ ശാക്തീകരിക്കൽ ആണല്ലോ. അതെ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യവും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുക അല്ലേ? അതും എന്താണ് വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ ശരിയായ അർത്ഥത്തിൽ ജനങ്ങൾക്കായുള്ള പ്രവർത്തനമാക്കുക. അതും ശിരവം മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്ന് വെച്ചാൽ ഈ 2005 നിയമമാണെന്ന് പറഞ്ഞല്ലോ, അതേ വർഷം തന്നെയാണ് കമ്മീഷനും വരുന്നത്. ഓക്കെ, 2005 തന്നെ കേരളത്തിലും വരുന്നുണ്ട്. കേരളം വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19 വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്മീഷനും അതേ വർഷം തന്നെയാണ്. ഏതാ വർഷം? 2005. ഇത് മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കും. അത് ആൻസർ ഡൽഹിയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യില്ല. 2001 കേട്ടോ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. 2001.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ നിയമം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യവും, നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ വായിച്ചത്, സുതാര്യതയും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ കൃത്യമായി വിവരം കൊടുക്കാനുള്ള അധികാരവും കടമയും അവർക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകളെയും സുതാര്യമാക്കുന്നു. അവരുടെ ഉത്തരവാദിത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ നിയമത്തിലൂടെ ഉണ്ടാകുന്നത്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരനെ ശാക്തീകരിക്കുക, പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരർക്ക് നിർബാധം ലഭ്യമാക്കുക. 2005 വിവരാവകാശ നിയമം ഭരണത്തിലെ രഹസ്യ സ്വഭാവത്തെയും അധികാര ദുർവിനിയോഗത്തെയും ചോദ്യം ചെയ്യാൻ പൗരന് അധികാരം നൽകുന്നു. ജനാധിപത്യത്തെ ശരിയായ അർത്ഥത്തിൽ ജനങ്ങൾക്കായുള്ള പ്രവർത്തനം ആക്കുന്നു. ജനസൗഹൃദമായിട്ട് രീതിയിലാക്കുന്നതൊക്കെ എന്താണ്, സർക്കാർ ഓഫീസുകളെ ഈ ഒരു വിവരാവകാശ നിയമമാണ്. ഇനി വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 6 അധ്യായമാണ് എന്തിലുള്ളത്, നമ്മുടെ വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. എത്ര? അപ്പൊ നമ്മുടെ വിവരാവകാശ നിയമത്തില് എത്ര അധ്യായമാണുള്ളത്? 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, നമ്മുടെ വിവരാവകാശ നിയമത്തില് 6 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്, എത്ര സെഷൻസ് ഉണ്ട്? 31 സെഷൻസ് ഉണ്ട്. അതുപോലെ 2 ഷെഡ്യൂൾ ഉണ്ട്. നമ്മുടെ വിവരാവകാശ നിയമത്തില് പ്രധാനമായിട്ടും 6 ചാപ്റ്റർ, 6 അധ്യായങ്ങളുണ്ട്, 31 വകുപ്പുണ്ട്, 2 സെഷൻ. ഇതിന്റെയൊക്കെ എന്താ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധ്യായം. ഓക്കെ. സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വകുപ്പ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടിക. അപ്പൊ നമ്മുടെ വിവരാവകാശ നിയമത്തില് എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത്? വിവരാവകാശ നിയമ പ്രകാരം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, 6 അധ്യായങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോ അധ്യായം പഠിക്കണം. അതുപോലെ 31 സെഷൻ ഉണ്ട്, 2 പട്ടിക ഉണ്ട്. പട്ടിക പഠിക്കാൻ 2 പട്ടികകളേ ഉള്ളൂ. 31 സെഷൻസ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻറ്റ് സെഷൻസ് പഠിക്കണം. 6 അധ്യായവും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഈ ഒരു വിവരാവകാശ നിയമപ്രകാരം 6 അധ്യായമുണ്ട്, 31 വകുപ്പുണ്ട്, അതുപോലെ തന്നെ 2 പട്ടികകളുണ്ട്. അതിൽ അധ്യായം 1 പറയുന്നത് എന്താണ്? പ്രിലിമിനറി, പ്രാരംഭികമാണ്. അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലും പിഴകളും. അധ്യായം 6 പലവക, മിസലേനിയസ്, മറ്റു കാര്യങ്ങൾ. ഒന്നുകൂടി നോക്കാം. 6 അധ്യായം, 31 വകുപ്പ്, 2 പട്ടിക. 6 അധ്യായം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അധ്യായം 1 പ്രിലിമിനറി, അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും. വിവരം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്, അത് കൊടുക്കേണ്ട കടമ പൊതു അധികാര സ്ഥാനങ്ങൾക്കുണ്ട്. അതാണ് 2. ഫസ്റ്റ് എന്താ? പ്രാരംഭികം. ഇനി 3 എന്താ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളും. അപ്പൊ അധ്യായം 1 എന്താ പറയുന്നത്? പ്രാരംഭികം. അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഈ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള ഈ 2 കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളെ കുറിച്ച് പറയുന്നതാണ് അധ്യായം 5. അധ്യായം 6 പലവക, മിസലേനിയസ്. ഇനി ആർട്ടിക്കിൾ 19 പ്രകാരം വിവരാവകാശം മൗലികാവകാശമായി കണക്കാക്കുമെന്ന് 1976 സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്.
വിവരാവകാശത്തെ എന്തായിട്ട് കണക്കാക്കും നമ്മള്? മൗലിക അവകാശമായിട്ട് കണക്കാക്കും. അത് ഏത് വർഷമാണ് പറഞ്ഞത്? വർഷം നോട്ട് ചെയ്യുക, 76 കേട്ടോ. ആർട്ടിക്കിൾ 19 എല്ലാവർക്കും അറിയാലോ, മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. അപ്പൊ അതിലെന്താണ്? അതൊരു മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 19 പ്രകാരം അറിയാനുള്ള അവകാശം 19(1)(a) അല്ലെ. വിവരാവകാശ നിയമം എന്താണ്? അവരറിയാനുള്ള അവകാശമാണ് അല്ലെ. അപ്പൊ അത് എന്താണ്? 1976 സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 31 പ്രകാരം വിവരാവകാശ നിയമം മൗലികാവകാശമായിട്ട് കണക്കാക്കുമെന്നും 1976 സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഇനി വിവരാവകാശ നിയമത്തെ സ്വാധീനിച്ച കേസാണ് രാജ് നാരായണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. അപ്പൊ നമ്മൾ കേസിനെ കുറിച്ച് പറയാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഈ ഒരു രാജനാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? വിവരാവകാശ നിയമം. എന്താണ് കേസ്? രാജനാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് 1975. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കേസ് റദ്ദു ചെയ്തു നിലവിൽ വന്ന കേസാണ് രാജനാരായണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരാവകാശ നിയമം. ജനാധിപത്യത്തിൽ പൗരർ യജമാനന്മാരാണെന്നും അവർക്ക് സർക്കാരിനെ പറ്റി എല്ലാ വിവരവും അറിയാൻ അവകാശമുണ്ടെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ചു. കേസ് എന്താണ്? രാജനാരായണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 1975. ജനാധിപത്യത്തിൽ പൗരർ യജമാനന്മാരാണെന്നും അവർക്ക് സർക്കാരിനെ പറ്റി എല്ലാ വിവരവും അറിയാൻ അവകാശമുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ചു. 2005 വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നിയമം ബാധകമായിരുന്നില്ല. 2019 ഒക്ടോബർ 30 കാശ്മീർ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടെ ഈ നിയമം ജമ്മു കാശ്മീരിലും ബാധകമായി. എന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തിരിക്കുകയായിരുന്നു. അത് എടുത്ത് മാറ്റി ഇന്ന് 2019 ഒക്ടോബർ 30 സ്വാഭാവികമായിട്ടും എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിന് കൂടി ബാധകമായിട്ട് മാറും. അപ്പോ 2005 വരുന്ന സമയത്ത് ജമ്മു കാശ്മീരിന് എന്തുണ്ടായിരുന്നു? പ്രത്യേക പദവി ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ജമ്മു കാശ്മീരിനെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നീട് 2019 ഒക്ടോബർ 30 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ജമ്മു ആൻഡ് കാശ്മീർ കൂടി ഇൻക്ലൂഡഡ് ആവും. ഓക്കെ, ഇനി ഇതുവരെ ഓക്കെ ആണോ? ഒന്ന് പറയൂ. ഓ, ക്ലിയർ ആണോ? ആ, ഓക്കെ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ആ, ഇപ്പൊ നിങ്ങൾ ക്ലാസ് മെയിൻ ആയിട്ട് കേട്ടാ മതി. അതിന്റെ ടൈമില് നോട്ട് എഴുതണ്ട. നോട്ട് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അതായിരിക്കും നല്ലത്. സെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാ മതി. കേട്ടല്ലോ? ഇനി വിവരാവകാശ നിയമപ്രകാരം, അപ്പോ ഇതില് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാട്ടോ. വിവരാവകാശ നിയമം വരുന്ന സമയത്ത് ജമ്മു കാശ്മീർ ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേക പദവിയായിരുന്നല്ലോ. അത് 2019 ഒക്ടോബർ 30 എടുത്ത് കളഞ്ഞപ്പോ ജമ്മു കാശ്മീരും എന്ത് ചെയ്തു? ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ വന്നു. പിന്നെ പറയാനുള്ളത്, വിവരാവകാശ നിയമം അത്യാവശ്യം എന്താണ് കണ്ടന്റ് ഉള്ള നിയമമാണ്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിയമ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ കണ്ടന്റ് കോർ ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിവരാവകാശ നിയമത്തിന്റെ കാര്യം മാത്രമല്ല, നമുക്കിതിൽ പഠിക്കാനുള്ള നിയമങ്ങളില് പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമമായാലും, അതുപോലെ പോക്സോ ഗാർഹിക പീഡന നിരോധന നിയമം, പിന്നെ മനുഷ്യാവകാശ നിയമങ്ങൾ,
അതൊക്കെ നമുക്ക് എന്തുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നോട്ട് എഴുതി നമുക്ക് എന്തായാലും എത്തില്ല. അപ്പൊ നോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുക. വിവരാവകാശ നിയമപ്രകാരം പൗരർക്ക് ലഭിച്ച അവകാശങ്ങൾ. ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതു സ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക. അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കുറിപ്പെടുക്കുക. സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുക. കമ്പ്യൂട്ടറിലോ മറ്റു ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ പ്രിന്റ് ഔട്ടുകൾ, ഫ്ലോപ്പികൾ, ഡിസ്കുകൾ, ടാപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവ പകർത്തിയെടുക്കുക. പ്രവർത്തനങ്ങൾ പരിശോധിക്കൊന്നുമില്ല. ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം, എടുക്കാനുള്ള അവകാശങ്ങളുണ്ട്. ഇനി റിട്ടൺ ആയിട്ടുള്ള വിവരങ്ങളും ലഭിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് 2005 മെയ് 11-നാണ്. നമ്മുടെ പാർലമെന്റിലെ ലോകസഭ പാസാക്കിയത് 2005 മെയ് 11-നാണ്. രാജ്യസഭ പാസാക്കിയതാണെങ്കിൽ 2005 മെയ് 12-നാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2005 ജൂൺ 15-നാണ്. നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 12-നാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ലോകസഭ പാസാക്കിയത് നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ആർട്ടിക്കിള് 6:31(2) അത് പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകസഭ പാസാക്കിയത് 2005 മെയ് 11-നാണ് ലോകസഭ പാസാക്കിയത്. രാജ്യസഭ വന്ന തൊട്ടടുത്ത ദിവസം മെയ് 12-ന് പാസാക്കി. പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് 2005 ജൂൺ 15-നാണ്. ഈ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. ലോകസഭ പാസാക്കിയത് 2005 ഒക്ടോബർ മെയ് 11-ന്. ലോകസഭ പാസാക്കിയത് ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11-ന്. ഇനി രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12-ന്. ഇനി രാഷ്ട്രപതി ഒപ്പുവെച്ച്, രാഷ്ട്രപതി സൈൻ ചെയ്ത് 2005 ജൂൺ 15-ന്. ഇനി അറ്റ് ലാസ്റ്റ് അവസാനം നമ്മുടെ നിയമം നിലവിൽ വന്നത് എന്നാണ്, നിയമം രാഷ്ട്രപതി ഒപ്പിടുന്നതിലൂടെ എന്ത് ചെയ്തു, നമ്മുടെ നിയമം പാസ്സായി. പിന്നീട് 2005 ഒക്ടോബർ 12-ന് എന്ത് ചെയ്തു, നിയമം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്: 1 മെയ് 11 ലോകസഭ പാസാക്കി, മെയ് 12-ന് രാജ്യസഭ പാസാക്കി, ജൂൺ 15-ന് രാഷ്ട്രപതി ഒപ്പിട്ടു. അറ്റ് ലാസ്റ്റ് 2005 ഒക്ടോബർ 12-ന് എന്ത് ചെയ്തു, നിയമം നിലവിൽ വന്നു. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ ആരാണ് 2005 സമയത്ത്? മൻമോഹൻ സിംഗ് ആണ്. എന്നാൽ രാഷ്ട്രപതി ആരാണ് ആ ടൈമില്? APJ അബ്ദുൽ കലാം ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? അതിൽ ആ വർഷങ്ങൾ ഇമ്പോർട്ടന്റ്, വർഷം മീൻസ് ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2005 മെയ് 11, 2005 മെയ് 12, മെയ് 11 ലോകസഭ പാസാക്കി, രാജ്യസഭ മെയ് 12-ന് പാസാക്കി,
രാഷ്ട്രപതി സൈൻ ചെയ്ത നിയമം പാസ്സായി. സോ 2005 ജൂൺ 15 നിയമം രാഷ്ട്രപതി സൈൻ ചെയ്തു. പിന്നീട് 2005 ഒക്ടോബർ 12 എന്ത് ചെയ്തു, നിയമം നിലവിൽ വന്നു. അപ്പൊ ഈ 2005 ഒക്ടോബർ 12 ഈ ഒരു സമയത്ത് 2005 നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, ഇനി നോട്ട്സ് അതിൽ താഴെ നോട്ട്സ് നമുക്ക് വരാം, അത് ഷോർട്ട് നോട്ട്സ് പോലെ എഴുതിയതാണ്. ഇനി പ്രധാന നിർവചനങ്ങൾ നോക്കുക. ക്ഷമതയുള്ള അധികാര സ്ഥാനം, വകുപ്പ് 2E ലോകസഭയുടെയോ ഒരു സംസ്ഥാന നിയമസഭയുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമസഭ ഉള്ളതായ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെയോ കാര്യത്തിൽ സ്പീക്കറാണ്. അപ്പോ രാജ്യസഭയുടെയും ഒരു സംസ്ഥാന നിയമസഭയുടെയും കൗൺസിലിന്റെയോ കാര്യത്തിൽ ചെയർമാനാണ്. അപ്പോ ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്ന് വെച്ചാല് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും എന്തുണ്ടാവും? ഒരു തലവന്മാരുണ്ടാവും അല്ലേ? അവര് തലപ്പത്തുള്ള ഒരു റാങ്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ സുപ്രീം കോടതി ആണെങ്കിൽ അതിൽ മാക്സിമം പറയുന്ന പൊസിഷൻ ഏതാണ്? ചീഫ് ജസ്റ്റിസ് അല്ലേ? നമ്മുടെ രാജ്യസഭയും ലോകസഭയൊക്കെ ആണെങ്കിൽ അവിടുത്തെ ചെയർമാൻമാരാണ്. ഇനി നമ്മുടെ നിയമസഭയും കേന്ദ്രഭരണ പ്രദേശവും ലോകസഭയൊക്കെ ആണെങ്കിലോ അവിടെ സ്പീക്കറാണ്. ഓക്കെ, ഇനി ഭരണഘടനയാലോ അതിന് കീഴിലോ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതോ ആയ അധികാര സ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ അത് രാഷ്ട്രപതി. നമുക്കറിയാലോ ഭരണഘടനാ സ്ഥാനങ്ങളിലൊക്കെ നിയമിക്കുന്ന ആരാ? കേന്ദ്ര തലങ്ങളിൽ രാഷ്ട്രപതിയും സംസ്ഥാന തലങ്ങളിൽ ഗവർണറുമാണ്. സ്വാഭാവികമായിട്ടും ഈ അധികാര സ്ഥാനങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ആരാണ് ക്ഷമതയുള്ള അധികാര സ്ഥാനം? രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണറാണ്. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23A പ്രകാരം നിയമിച്ചിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ആർട്ടിക്കിൾ 23 പ്രകാരം നിയമിച്ചിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോ നമ്മുടെ ഈ വിവരാവകാശ നിയമപ്രകാരം അധികാര സ്ഥാനങ്ങൾ എന്താണ്? ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 2E. അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ ആർട്ടിക്കിൾ കേട്ടോ. അപ്പൊ ക്ഷമതയുള്ള അധികാര സ്ഥാനത്തെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 2E. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സുപ്രീം കോടതി, ഹൈക്കോടതി ആണെങ്കിൽ എന്താ? ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ പറഞ്ഞു ലോകസഭ, നിയമസഭ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എന്താ? സ്പീക്കറാണ്. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സ്റ്റേറ്റ് PSC, ധനകാര്യ കമ്മീഷൻ, ഇതൊക്കെ എന്താ? ഭരണഘടനാ ആർട്ടിക്കിളുകളുള്ള സ്ഥാപനങ്ങളാണ്. അവയെ നമ്മൾ എന്താ പറയുക? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് പറയാ. എന്നാൽ ആർട്ടിക്കിൾ ഇല്ലാത്ത സ്ഥാപനങ്ങളെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ അല്ലേ? എന്നാൽ ഈ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും നിയമിക്കുക കേന്ദ്ര തലത്തിൽ രാഷ്ട്രപതിയും അതുപോലെ സംസ്ഥാന തലത്തിൽ ഗവർണറുമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അധികാര സ്ഥാനം ആർക്കാണ്? ക്ഷമതയുള്ള ഏറ്റവും നല്ല അധികാര സ്ഥാനം കേന്ദ്ര തലങ്ങളിൽ രാഷ്ട്രപതിക്കാണ്, സംസ്ഥാന തലങ്ങളിൽ ഗവർണർക്കാണ്. അപ്പൊ ഈ ഒരു അധികാര സ്ഥാനം ക്ഷമതയുള്ള അധികാര സ്ഥാനത്തെ കുറിച്ച് പറയുന്ന സെഷൻ ആണ് 2E. എന്താണ്? 2E. നമ്മൾ കുറച്ച് സെഷൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? 2E ആണ് ക്ഷമതയുള്ള അധികാര സ്ഥാനം. ഇനി 2F എന്താണ്? വിവരം, ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നതാണ് 2F. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിവരം. ഓക്കെ, ശ്രദ്ധിക്കുക. വിവരം എന്ന് ഉദ്ദേശിക്കുന്നത് അത് രേഖകളാവാം, പ്രമാണങ്ങളാവാം, മെമ്മോയാവാം, ഇമെയിലുകളാവാം, അഭിപ്രായങ്ങളാവാം, ഉപദേശങ്ങളാവാം. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ വരാം. രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, പത്ര പ്രസ്താവനകൾ, സർക്കുലറുകൾ, ഉത്തരവുകൾ, ലോഗ് ബുക്കുകൾ, കോൺട്രാക്റ്റുകൾ, റിപ്പോർട്ടുകൾ, പേപ്പറുകൾ, സാമ്പിളുകൾ, മോഡലുകൾ, ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വിളിച്ചിട്ടുള്ള ഡാറ്റ മെറ്റീരിയലുകളും എന്നിവയും വരാം. എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രേഖയായിട്ട് എന്ത് ചെയ്യാം? അപേക്ഷ സമർപ്പിക്കാം.
അപ്പൊ അവര് രേഖയായിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിന് മറുപടി തരും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രമാണങ്ങളായിട്ട് ചോദിക്കാം, മെമ്മോ ആയിട്ട് ചോദിക്കാം. ഇനി ഇമെയിൽ വഴി നമ്മൾ പറഞ്ഞല്ലോ, ഓൺലൈൻ സേവനം ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ. അതുപോലെ ടെലിഫോണിലൂടെ ആണെങ്കിലോ അതെന്താ? അത് ഉത്തർപ്രദേശാണ്. ടെലിഫോണിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നില്ലല്ലോ രേഖയായിട്ട്. നമ്മൾ എന്താണ് കാര്യം വിളിച്ച് ചോദിക്കുകയാണ് ടെലിഫോണിലൂടെ. അപ്പൊ അവര് ഉപദേശങ്ങളായിട്ടാണ് നമ്മൾ ചോദിക്കുന്നതും തിരിച്ചവര് മറുപടി നൽകുന്നതും എന്താ, ഉപദേശമായിട്ടല്ലേ. ഓക്കെ. അപ്പൊ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ക്ലിയർ ആയില്ലേ? അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ആണെങ്കിൽ ഏതാണ്? നമ്മൾ ടെലിഫോണിലൂടെ പറഞ്ഞു ഉത്തർപ്രദേശ്. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും. ഈ പത്രപ്രസ്താവനകൾ, സർക്കുലറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പത്ര പ്രസ്താവന എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം, വിവരമായിട്ട് ചോദിക്കാം. അപ്പൊ അവര് അത് എന്ത് ചെയ്യും, അവർ നമുക്ക് കൃത്യമായി മറുപടി തരും. സർക്കുലറുകളാവാം, ഗവൺമെന്റിന്റെ ഉത്തരവുകളാവാം, ലോഗ് ബുക്കുകളാവാം, കോൺട്രാക്റ്റുകളാകാം, റിപ്പോർട്ടുകളാവാം, പേപ്പറുകളാവാം, സാമ്പിളുകളാവാം, മോഡലുകളാവാം, ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡാറ്റ മെറ്റീരിയലും ആവാം. സർക്കാർ ഓഫീസിൽ എന്താണ് ഇപ്പൊ നമ്മൾ ഈ ഗവേണൻസ് കൂടി വന്നപ്പോ എന്തായി, എല്ലാ മെറ്റീരിയൽസും ഒരു എന്താ നമുക്ക് കമ്പ്യൂട്ടറിലായിട്ടുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്റ്റോർ ചെയ്ത് ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡാറ്റ മെറ്റീരിയൽസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ നിയമത്തെ സംബന്ധിക്കുന്ന വിവരം ഉൾപ്പെടെയുള്ള ഏത് രൂപത്തിലുള്ള ഏതൊരു വസ്തുവും എന്നർത്ഥമാക്കുന്നു. അപ്പൊ 2F നന്നായിട്ട് പഠിക്കുക, വിവരത്തെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ. ഇനി വിവരം അറിയുന്ന അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, അതാണ് 2J. അപ്പൊ നമ്മൾ 2E എന്താ പറഞ്ഞത്, ക്ഷമതയുള്ള അധികാരസ്ഥാനം. 2F എന്താ പറഞ്ഞത്, വിവരമാണ്. വിവര അവകാശമാണ് 2J. ഏതെങ്കിലും പൊതു അധികാര സ്ഥാനത്തിന്റെ കീഴിലുള്ളതും അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കീഴിലുള്ളതും ഈ ആക്ട് പ്രകാരം പ്രാപ്യമായിട്ടുള്ളതുമായ വിവരങ്ങളാണ് വിവരാവകാശം അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ പൗരന് താഴെ പറയുന്ന വിധത്തിൽ വിവരാവകാശങ്ങൾ ലഭിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ജോലിയും പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുന്നതും കുറിപ്പുകളും പ്രസക്ത ഭാഗങ്ങളും അല്ലെങ്കിൽ പ്രമാണങ്ങളുടെയും രേഖകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുന്നതും പദാർത്ഥങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുന്നതും ഡിസ്കുകളും ഫ്ലോപ്പികളുടെയും ടാപ്പുകളുടെയും വീഡിയോ കാസ്റ്റുകളുടെയും രൂപത്തിൽ വിവരം ലഭ്യമാകും. നമുക്ക് എന്ത് ചെയ്യാം, സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വിവരം അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. നമുക്ക് പേപ്പറിലായിട്ട് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കാം. ഇനി അതല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിൽ ലഭിക്കാം. ഓക്കെ. ടാപ്പുകൾക്ക് വീഡിയോ കാസറ്റ്, ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രമാണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിവരം അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ടത് ഏതൊക്കെ, 2E അല്ലെ. 2E എന്താ പറഞ്ഞത്, ക്ഷമതയുള്ള അധികാര സ്ഥാനം. ഓക്കെ. ഇനി 2F എന്താ പറഞ്ഞത്, വിവരം. ഇനി 2J എന്താ പറഞ്ഞത്, വിവരാവകാശം. ഓക്കെ. ഇനി മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രീതിയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിലോ മറ്റ് ഏതെങ്കിലും ഉപകരണം മുഖേനയോ അത്തരത്തിലുള്ള വിവരം സൂക്ഷിച്ചിട്ടുള്ള പ്രിന്റ് ഔട്ടുകൾ വഴിയോ എടുക്കുന്നതിനുള്ള അവകാശം. ഇനി 2H ആണ് പൊതു അധികാരി. ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരികൾ. അപ്പൊ എല്ലാ സർക്കാർ ഓഫീസുകളും നമുക്ക് എന്ത് പറയാം, പൊതു അധികാരികളാണ്. എല്ലാ സർക്കാർ ഓഫീസിനും എന്തിനുള്ള അധികാരമുണ്ട്, ഇത്തരത്തിലുള്ള അപേക്ഷകൾക്ക് മറുപടി നൽകാനുള്ള അവകാശം ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്താ, പൊതു അധികാരിയാണ്. അതിനെ കുറിച്ച് പറയുന്നതാണ് 2H പ്രകാരം. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ സർക്കാർ ഇതര സ്ഥാപനങ്ങളും പൊതു അധികാരി എന്ന നിർവചനത്തിൽ വരും. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, സർക്കാർ ഇതരമായിട്ടുള്ള സ്ഥാപനങ്ങളും
പൊതു അധികാരി എന്ന നിർവചനത്തിൽ പെടും. പബ്ലിക് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതും മറ്റു സ്ഥാപനങ്ങളിലെ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും വാങ്ങിയ അപേക്ഷകന് നൽകാനുള്ള ബാധ്യതയും പബ്ലിക് അതോറിറ്റിക്ക് ഉണ്ട്. ഇനി പൊതു അധികാര സ്ഥാനങ്ങൾ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാർലമെന്റോ സംസ്ഥാന നിയമസഭയോ പാസാക്കിയ നിയമപ്രകാരമുള്ള സർക്കാർ വിജ്ഞാപനം വഴിയോ ആയ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോ അതിനുള്ള എക്സാമ്പിൾ പറയാണ് സർക്കാർ വകുപ്പുകൾ, അധികാരികള്, കോർപ്പറേഷൻ, കമ്മീഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എന്ത് വരും? ഈ ഒരു പൊതു അധികാര സ്ഥാപനങ്ങൾ എന്ന ഡെഫിനേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു 2 എന്ന് പറയുന്ന ആർട്ടിക്കിൾ കംപ്ലീറ്റ് ആക്കാം. ഇനി അടുത്തത് പറയുന്നത് സമുചിത സർക്കാരാണ്. ഒരു പൊതു അധികാര സ്ഥാനത്തെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചിട്ടുള്ളതോ രൂപീകരിച്ചിട്ടുള്ളതോ ഉടമസ്ഥതയിലുള്ളതോ പ്രത്യക്ഷമോ പരോക്ഷമോ ആയുള്ള ഫണ്ടിനാൽ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളതോ ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിനാലോ കേന്ദ്രഭരണ പ്രദേശത്തിനാലോ ആണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിലാണെങ്കിൽ സംസ്ഥാന സർക്കാരും എന്ന് അർത്ഥമാക്കുന്നു. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരുപാട് സർക്കാർ സ്ഥാപനമുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിന് കീഴിൽ എന്തുണ്ട്? ഒരുപാട് സർക്കാർ സ്ഥാപനമുണ്ട്. എന്നാൽ സമുചിത സർക്കാർ എന്ന് പറയുന്നത് കേട്ടോ, ഈ ഒരു പൊതുകാര്യ സ്ഥാനത്തെ സംബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ഉടമസ്ഥയിലുള്ള അവർക്ക് എന്താ, നമ്മുടെ സർക്കാരിന് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എന്തുണ്ട്? ഇതുമായിട്ട് ഇതൊരു ബന്ധമുണ്ട്. ഇനി മൂന്നാം കക്ഷി, തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുന്നതാണ് 2N. വിവരത്തിനായി ഒരു അപേക്ഷ നൽകുന്ന ആൾ അല്ലാത്ത ഏതൊരാളും ഒരു പൊതുഅധികാര സ്ഥാപനവും അറിയപ്പെടുന്നതാണ് മൂന്നാം കക്ഷി. ഓക്കെ, നമ്മൾ വിവരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒഴികെ, ആ അപേക്ഷകൻ ഒഴികെയുള്ള അല്ലാത്ത ഏതൊരാളും നമുക്ക് എന്ത് പറയാം? മൂന്നാം കക്ഷി എന്ന് പറയാം. ഒരു പൊതു അധികാര സ്ഥാപനത്തെ നമുക്ക് എന്ത് പറയാം? മൂന്നാം കക്ഷി എന്നുള്ളൊരു ഡെഫിനേഷനിലേക്ക് വരാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് 2N. ഓക്കെ, 2N. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3 കേട്ടോ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് 3. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 4. അപ്പൊ നമ്മൾ ഏതൊക്കെ വകുപ്പ് പഠിച്ചു? 2E ആണെങ്കിൽ 2E എന്താ പറയുന്നത്? ക്ഷമതയുള്ള അധികാര സ്ഥാനം അല്ലെ? 2E. 2F എന്താ? വിവരം. ഇനി വിവരം അറിയുന്ന അവകാശം 2J. പൊതു അധികാരി 2H. 2N ആണെങ്കിൽ എന്താ? മൂന്നാം കക്ഷി. ഇനി വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എല്ലാ പൗരർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്ന വകുപ്പ് എന്താ? വകുപ്പ് 3. ഇനി പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് എന്താ? വകുപ്പ് 4. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇതുവരെ ക്ലിയർ ആണോ? ഇതിൽ നമ്മൾ പഠിച്ചതിലെ കോർ ഏരിയ ഒന്നുകൂടി പറയാം. ഇതുവരെ ക്ലിയർ ആണോ? കമന്റിൽ ഒന്ന് പറയോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ചോദിക്കാൻ സാധ്യതയുള്ള കോർ ഏരിയ നോക്കാം കേട്ടോ. നമ്മൾ ഇത് പ്രകാരം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്? 6 ചാപ്റ്റേഴ്സ്. 1 ഫസ്റ്റ് പ്രാരംഭികം, പിന്നെ വിവരം അറിയാനുള്ള അവകാശം, പൊതുഅധികാര സ്ഥാപനങ്ങളുടെ കടമകൾ അധ്യായം 2, 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, 5 കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുള്ള അധികാരങ്ങളും ചുമതലകളും, 6 വന്നിട്ട് എന്താണ്? പലവക മറ്റുള്ള കാര്യങ്ങൾ. 31 സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഷെഡ്യൂൾ ഉണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്?
6 അധ്യായം 31 സെഷൻസ് 2 പട്ടിക പഠിച്ചല്ലോ. 6 ചാപ്റ്റേഴ്സ് 31 സെഷൻസ് 2 പട്ടിക. ഇനി അടുത്ത് പഠിക്കാനുള്ളത് വിവരാവകാശ നിയമം. നമ്മുടെ ലോകസഭ പാസാക്കിയത് 2005 മെയ് 11. മെയ് 12 ആര് പാസാക്കി? രാജ്യസഭ പാസാക്കി. ഇമ്പോർട്ടന്റ്. വിവരാവകാശ നിയമം ലോകസഭ മെയ് 11 പാസാക്കി. മെയ് 12 ആര് പാസാക്കി? രാജ്യസഭ പാസാക്കി. ഇനി ജൂണിൽ ആര് പാസാക്കി? ജൂൺ 15 ജൂൺ 15 രാഷ്ട്രപതി ഒപ്പിട്ടു. അതോടെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിവരാവകാശ നിയമം പാസ്സായത് 2005 ജൂൺ 15. ഇനി നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്താ? ഒക്ടോബർ 12 ഇനി നമ്മൾ കുറച്ച് പഠിച്ചത് 2E. 2E എന്താ? ക്ഷമതയുള്ള പൊതു അധികാരി അല്ലെ. ഇനി 2F എന്താണ്? വിവരം അല്ലെ. വിവരല്ല പഠിച്ചത്. 2F വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് 2N. 2N എന്താ? മൂന്നാം കക്ഷി അല്ലെ. ടു ജെ എന്താണ്? വിവരാവകാശം. ക്ഷമതയുള്ള അധികാര സ്ഥാനം 2E. ഏതൊക്കെയാ പഠിച്ചത്? 2E ക്ഷമതയുള്ള അധികാര സ്ഥാനം. 2N ആണെങ്കിൽ വിവരം. 2J ആണെങ്കിൽ വിവരാവകാശം. അതുപോലെ 2H ആണെങ്കിൽ എന്താണ്? 2H ആണെങ്കിൽ എന്താ? പൊതു അധികാരിയാണ്. മൂന്നാം കക്ഷിയെ കുറിച്ച് പറയുന്നതാണ് 2N. അപ്പോ ക്ഷമതയുള്ള അധികാരസ്ഥാനം 2E. 2N ആണെങ്കിൽ വിവരം. വിവരാവകാശമാണെങ്കിൽ 2J. പൊതു അധികാരി 2H. ഇനി മൂന്നാം കക്ഷിയാണെങ്കിൽ 2N. ഇനി വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഇരിക്കുന്നതാണെന്ന് പറയുന്നത് എന്താ? വകുപ്പ്. എല്ലാ പൗരന്മാർക്കും ഉണ്ട്. എല്ലാ പൗരന്മാർക്കും സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വിവരം അറിയുന്ന അവകാശമുണ്ട്. അത് വകുപ്പ് 3. ഇനി പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നതാണ് എന്ത്? വകുപ്പ് 4. നമുക്ക് ഒന്നും കൂടി ആർട്ടിക്കിൾ പറയാം. 2E എന്ന് പറഞ്ഞ എന്താ? ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങൾ അല്ലേ. ഇനി ഓരോന്നിനും ഓരോ ആയിട്ടുള്ള എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും സുപ്രീം കോടതിയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ്, അതേപോലെ ലോകസഭ, നിയമസഭ സ്പീക്കർ, അങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് 2F. 2F എന്ത്? വിവരമാണ്. വിവരം അറിയുന്ന അവകാശമാണ് 2J. 2H എന്താ? പൊതു അധികാരി. ഇത് ക്ഷമതയുള്ള അധികാര സ്ഥാനം. ഇത് പൊതു അധികാരി. ഇത് വിവരം, വിവരാവകാശം. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം. 2E നമ്മളിന്ന് ഇത്ര വകുപ്പേ പഠിച്ചിട്ടുള്ളൂ. 2E എന്താണ്? ക്ഷമതയുള്ള അധികാരസ്ഥാനം. എന്താണ് ക്ഷമത എന്ന് പറയുമ്പോൾ? എന്താ? നമുക്ക് അത്രയും അല്ലെ, ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് വിവരം അത്രയും നല്ല രീതിയിൽ തരണം. അപ്പൊ അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാർ വേണ്ടേ? അപ്പൊ ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളുണ്ട്. അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും. അതാണ് 2E. 2F എന്താണ്? വിവരമാണ്. നമുക്ക് നൽകുന്ന വിവരം. അതെങ്ങനെയാവാം? നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും അതുപോലെ രേഖകളും സർക്കുലറും ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങളാവാം, മെമ്മോ, പത്ര കുറിപ്പുകളാവാം, അതുപോലെ
മെമ്മോകളൊക്കെ ആവും. ഇനി 2J എന്താ? വിവരാവകാശം അല്ലെ. 2F വിവരമാണെങ്കിൽ 2J എന്താ? വിവരാവകാശം. 2H എന്താ? പൊതു അധികാരി. പൊതു അധികാരി എന്നുള്ള നിർവചനം വരുന്നതാണ് 2H. 2N എന്താണ്? മൂന്നാം കക്ഷി വിവരം. മൂന്നാം കക്ഷി വിവരം. 3 എന്താ? എല്ലാ സർക്കാർ ഓഫീസുകളിലും പോയി കഴിഞ്ഞാൽ വിവരം അറിയുന്നതിനുള്ള എല്ലാ പൗരന്മാർക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശമുണ്ട്. 4 എന്താ? പൊതു അധികാര സ്ഥാപനങ്ങളുടെ ചുമതല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 2F-ഉം 2N-ഉം ആണ്. വിവരവും മൂന്നാം കക്ഷിയും. വളരെ വളരെ ഇമ്പോർട്ടന്റ് 2F-ഉം 2N-ഉം കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്ന ക്ലാസ്സിൽ പഠിച്ചതിൽ പ്രധാനപ്പെട്ടത് 6 അധ്യായം, 31 സെഷൻ, 2 പട്ടിക. പിന്നെ 2005 മെയ് 11 ലോകസഭ പാസാക്കി, 12 രാജ്യസഭ പാസാക്കി, 15 രാഷ്ട്രപതി ഒപ്പിടുകയും 2005 ജൂൺ 15 നിയമം പാസ്സാവുകയും ചെയ്തു. ഓക്കെ. ഇനി അങ്ങനെ 2025 ഒക്ടോബർ 12 എന്ത് ചെയ്തു? നമ്മുടെ നിയമം നിലവിൽ വന്നു. പിന്നെ പറഞ്ഞത് എന്താണ് ഇമ്പോർട്ടന്റ്? 2E, 2F, 2J, 2H, 2N, 3, 4. ഈ എന്താ? ക്ഷമതയുള്ള അധികാരസ്ഥാനം. 2F വിവരം, 2J വിവരാവകാശം, 2H പൊതു അധികാരി, 2N മൂന്നാം കക്ഷി, 3 എല്ലാവർക്കും വിവരം അറിയുന്നതിനുള്ള അവകാശമുണ്ട്, പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമ, ചുമതല, 4ാമത്തെ വകുപ്പ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണ് എല്ലാവർക്കും? പറയോ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളിപ്പോ അത്യാവശ്യം ടോപ്പിക് വൈസ് നോക്കുമ്പോൾ നമുക്കിതിൽ 7 നിയമങ്ങളെ പഠിക്കാനുള്ളത്. ഓക്കെ. പ്രധാന നിയമങ്ങളിൽ 7 നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു RTI ആക്ട്, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ ആ ഒരു നിയമം തന്നെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എന്റെ PDF നോക്കി നോക്കൂ. എത്ര പേജ് ഉണ്ട് PDF-ന്? 20 പേജ് ഉണ്ട്. ഓക്കെ. നമ്മള് ഇപ്പൊ നിങ്ങൾ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലെവലിൽ തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആക്കാൻ തന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ചെറിയ നിയമങ്ങളും കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് ഇന്ന് ഒരു നിയമം കൂടി ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഇതൊക്കെ RTI ആക്ട് നമുക്ക് അത്യാവശ്യം കണ്ടന്റ് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ചെറിയ നിയമങ്ങളും പഠിച്ച് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടുമല്ലോ. അപ്പൊ മനുഷ്യാവകാശ നിയമം കേട്ടോ. നമുക്ക് ജസ്റ്റ് മനുഷ്യാവകാശ നിയമമാണെങ്കിൽ നമുക്ക് വെറും 12 പേജ് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒന്ന് പറയോ. നമുക്ക് 6:15 ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്ക് മനുഷ്യാവകാശ നിയമം കുറച്ച് നമുക്ക് എളുപ്പമുള്ള നിയമമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഇടയിൽ നമുക്ക് RTI ആക്ട് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വരുന്ന സമയത്ത് നമുക്ക് മനുഷ്യാവകാശ നിയമം പാരലായിട്ട് കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ നിയമങ്ങളുണ്ട്, ന്യൂനപക്ഷ നിയമം, അതുപോലെ SC/ST നിയമം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഏരിയയാണ്. അപ്പൊ നമുക്ക് വന്ന മാർക്ക് സുഖമായിട്ട് മാർക്ക് കിട്ടും. കുറേ നമുക്ക് പഠിക്കാനും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് വേഗം കിട്ടുകയും ചെയ്യും. വിവരാവകാശ നിയമം കുറച്ച് കുറച്ച് ടൈം എടുത്ത് കംപ്ലീറ്റ് ആക്കേണ്ട ടോപ്പിക്കാണ്. സോ നമുക്ക് മനുഷ്യാവകാശ നിയമം തുടങ്ങി വെച്ചാലോ? ഒന്ന് കമന്റിൽ പറയോ. പറയുന്ന അഭിപ്രായം പറയോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലാസ്സോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ആയി നമുക്ക് റിവിഷൻ തുടങ്ങാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്യാം നമുക്ക്.
നമുക്ക് മനുഷ്യാവകാശ നിയമം തുടങ്ങിയാലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്ന് പറയൂ കമന്റില്. തമ്മിൽ ഇട്ടാലും മതി. ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? മനുഷ്യാവകാശ നിയമമാണ്. തുടങ്ങാം. പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കാനും വ്യക്തികൾക്ക് സമൂഹത്തിൽ മാന്യമായ ജീവിതം നയിക്കുന്നതിന് ഉതകുന്നതുമായിട്ടുള്ള അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മെച്ചപ്പെട്ട ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് മനുഷ്യാവകാശങ്ങൾ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് മനുഷ്യാവകാശങ്ങൾ. ദേശീയത, വംശം, ഭാഷ, മതം, ലിംഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവി എന്നിവ പരിഗണിക്കാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി ഉൾക്കൊള്ളുന്നതും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ടതുമായ അവകാശങ്ങളാണിവ. ഇനി ശ്രദ്ധിക്കുക, മനുഷ്യാവകാശങ്ങളുടെ പരിണാമം നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞല്ലോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മുൻഗാമി എന്നൊക്കെ പറഞ്ഞല്ലോ 2002. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശങ്ങളുടെ ഓൾഡ് നോക്കാം നമുക്ക്. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം. ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ട. എന്താണ്? മാഗ്ന കാർട്ട 1215. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വർഷം ഇമ്പോർട്ടന്റ് 1688. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട 1215. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം സ്റ്റാർട്ടിങ് കേട്ടോ 1215 മാഗ്ന കാർട്ട. അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. വർഷം ഇമ്പോർട്ടന്റ്. മാഗ്ന കാർട്ടയുടെയും വർഷം ഇമ്പോർട്ടന്റ് 1215. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മനുഷ്യാവകാശങ്ങൾ കേട്ടോ നിഷേധിക്കാൻ ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ ഇമ്പോർട്ടന്റ് എന്നിവയുടെ രൂപീകരണവുമായിട്ട് നിലവിൽ വന്ന നിയമമാണ് സാർവദേശീയ മനുഷ്യാവകാശ നിയമം. അപ്പൊ മാഗ്ന കാർട്ട എന്നാ 1215, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നാ 1688. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. UN രൂപീകരണ വേളയിൽ തന്നെ സമാധാനപൂർണമായ മനുഷ്യ ജീവിത സാഹചര്യം ഒരു പ്രധാന വിഷയമായിരുന്നു. UN രൂപീകരണ വേളയിൽ തന്നെ സമാധാന പൂർണമായ മനുഷ്യ ജീവിത സാഹചര്യം ഒരു പ്രധാന വിഷയമായിരുന്നു. ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇമ്പോർട്ടന്റ് 48, 1948 ഡിസംബർ 10. സോ അതാണ് നമ്മൾ ഡിസംബർ 19 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 19 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട്. എന്താ കാരണം? 48 നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം.
അവിടെ പരിണാമം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നിയമം എന്താ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. എന്താണ് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം? എന്താണ് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നതാണ് എന്ത്? മാഗ്ന കാർട്ട ട്ടോ. വർഷം 1215. അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവമാണ് എന്ത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇമ്പോർട്ടന്റ് വർഷം 1688, 1688. ഇനി മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികള് ഇതൊക്കെ രൂപീകരിക്കാനായിട്ട് നിലവിൽ വന്ന നിയമമാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഓക്കെ. UN രൂപീകരണ വേളയിൽ തന്നെ സമാധാനപൂർണമായ മനുഷ്യ ജീവിത സാഹചര്യം ഒരു പ്രധാന വിഷയമായിരുന്നു. അതിന് ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാ 1948 ഡിസംബർ 10. ഇതിന്റെ ഭാഗമായിട്ടാണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ഡിസംബർ 10. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത രേഖ എന്ന റെക്കോർഡും സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ഉണ്ട്. ഇനി സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ പ്രതിപാദിക്കുന്ന ചില അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് വായിച്ചു പോയാൽ മതി. നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം കേട്ടോ ഇമ്പോർട്ടന്റ് ആണ്. 30. എന്താണ് 30 ഇമ്പോർട്ടന്റ് ആണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് എത്രയാ? 30 ട്ടോ. വിവരാവകാശ നിയമത്തിൽ എത്ര സെഷൻ എന്താ പഠിച്ചത്? 31 ഇവിടെ എത്ര വന്നിട്ട്? 30. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾ ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നതാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയിലെ ഭാഗം 3. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായുള്ള അവകാശം, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നത് അവരുടെ മനുഷ്യത്വത്തെ വെല്ലുവിളിക്കലാണ്. ഇങ്ങനെ പറഞ്ഞത് നെൽസൺ മണ്ടേല. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം വർഷം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. 1993. എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും മനുഷ്യാവകാശ കോടതികളും രൂപീകരിക്കുകയും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 വർഷം ഇമ്പോർട്ടന്റ്. ഈ ഒരു നിയമം 2006 2019 എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി മനുഷ്യാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ 8 വകുപ്പ് 43. അതിൽ 40A-യും B-യും എന്നിവ ഉൾപ്പെടെ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയാം? 45 സെഷൻസ് ഉണ്ട് എന്ന് പറയാം. അധ്യായം എത്ര എണ്ണമാണ്? 8 ആണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദം ഉണ്ടെന്നാ പറഞ്ഞത്? 30 അല്ലേ? അതൊന്നുമില്ല. 48 ഡിസംബർ 10 വന്നിട്ടുള്ള നമ്മുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ് എത്ര വകുപ്പുള്ളത്? എത്ര അനുച്ഛേദം ഉള്ളത്? 30 അനുച്ഛേദം ഉള്ളത്. അപ്പൊ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ചോദിച്ചാൽ 1993. ഭേദഗതി 2006 2019. എത്ര അധ്യായമുണ്ട്? 8 അധ്യായമുണ്ട്. സെഷൻസോ 43 സെഷൻ ഉണ്ട്. അതിൽ 43A-യും B-യും വന്നാലോ 45ആയി. അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണം ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ഇമ്പോർട്ടന്റ് ആണ്.
മനുഷ്യാവകാശ നിയമം ഓർഡിനൻസ് നിലയിൽ വന്നത് 93 സെപ്റ്റംബർ 28. നമുക്ക് ഈ ഒരു പേജ് ഒന്ന് നോക്കാം കേട്ടോ. 1993 മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ദിവസം തന്നെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ഒരു ഡേറ്റ് കണ്ടില്ലേ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓർഡിനൻസ് നിലയിൽ വന്നത്. ഓർഡിനൻസ് ചോദിക്കാറുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണം ഓർഡിനൻസ് നിലയിൽ വന്നത് 93 സെപ്റ്റംബർ 28-നാണ്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഡിസംബർ 18-ന് അല്ലെങ്കിൽ 93 ഡിസംബർ 18 ലോകസഭ പാസാക്കി, ഡിസംബർ 22 രാജ്യസഭ പാസാക്കി, 94 ജനുവരി 8-ന് നമുക്കറിയാലോ ഒരു നിയമം പാസ്സാവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണ്ടേ. പക്ഷെ 93 സെപ്റ്റംബർ 28-ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ലേ രാഷ്ട്രപതിക്ക്? ഏതാ ആർട്ടിക്കിള്? 1, 2, 3 അല്ലേ രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ളത്. ഇനി 2, 3, 1 ആണെങ്കിലോ അത് ഗവർണറുടെ ഓർഡിനൻസ്. 1, 2, 3 ആണെങ്കിലോ രാഷ്ട്രപതി അല്ലേ. അപ്പൊ ഇത്തരത്തില് രാഷ്ട്രപതി ഓർഡിനൻസിലൂടെ നിയമം പ്രാബല്യത്തിൽ നിയമം പാസ്സാക്കിയല്ലേ എന്ന് 93 സെപ്റ്റംബർ 26. നിയമത്തിന്റെ കേസ് നോക്ക്. ലോകസഭ പാസ്സാക്കിയത് 93 ഡിസംബർ 18-ന്, രാജ്യസഭയാണെങ്കിലോ ഡിസംബർ 22-ന്, പ്രസിഡന്റ് ഒപ്പുവെച്ചതോ 94 ജനുവരി 8-നാണ്. ലോകസഭ 93 ഡിസംബർ 18, രാജ്യസഭ 93 ഡിസംബർ 22-ആണ്. എന്നാൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോ 94 ജനുവരി 8-നാണ്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് 94 ജനുവരി 10. നമുക്കറിയാം നിയമം പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഗസറ്റിൽ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. അടുത്ത ദിവസം മറ്റന്നാൾ ജനുവരി 8-ന്റെ 94 ജനുവരി 10-ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു. ഈ മനുഷ്യാവകാശം ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതും അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ചേർത്തിട്ടുള്ളതും ആയതും ഭാരതത്തിലെ കോടതികളിൽ നടപ്പാക്കുന്നതുമായ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സും സംബന്ധിച്ച അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. ഇമ്പോർട്ടന്റ്, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 സെപ്റ്റംബർ 28-ന് നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഇനി പ്രധാന അധ്യായങ്ങൾ നോക്കാം അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ 8 അധ്യായം ഉണ്ടെന്ന്. 8 അധ്യായം ഉണ്ട്, അതുപോലെ 43 വകുപ്പുകളുണ്ട്. 40 എയും ബിയും ചേർന്ന് 45 വകുപ്പുണ്ട്. നോക്കാട്ടോ, 8 അധ്യായമാണ് ഉള്ളത്. അധ്യായം 1 എന്താണ്? പ്രിലിമിനറി ആണ്. അധ്യായം 2 എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും നടപടിക്രമങ്ങളും കേട്ടോ. അധ്യായം 4 എന്താ? അധ്യായം 4 നടപടിക്രമം. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും. ഒന്നെന്താ? പ്രിലിമിനറി. അധ്യായം 2 എന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും. അധ്യായം 4 നടപടിക്രമം. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 ആണെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ടുകൾ, ഓഡിറ്റ്, അതിനെ കുറിച്ച് പറയുന്നതാണ്. അധ്യായം 8 എന്താണ്? പലവക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 8 അധ്യായം പഠിക്കാനുണ്ട്. സെഷൻ എത്രയാണുള്ളത്? അത് നമുക്ക് പ്രധാനപ്പെട്ട സെഷൻസ് മതി. ഞാൻ പറഞ്ഞു മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള നിയമം അല്ല, ചെറിയ നിയമമാണ്. പഠിച്ച ആ മാർക്ക് നമുക്ക് കൈ കിട്ടും. ചെറിയൊരു ഭാഗമേ പഠിക്കാനേ ഉള്ളൂ. അതായത് 93 സെപ്റ്റംബർ 28-ന് ഓർഡിനൻസിലൂടെ നിലവിൽ വന്ന നിയമമാണ്. അപ്പോൾ ഈ ഒരു 1993 സെപ്റ്റംബർ 28-ന് വന്ന ഈ ഒരു നിയമപ്രകാരം 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. എന്നാൽ നമ്മുടെ 1993 ഡിസംബർ
18 ലോക്സഭ പാസാക്കി, 22 അല്ല 93 ഡിസംബർ 22 രാജ്യസഭ പാസാക്കി, 94 ജനുവരി 8 രാഷ്ട്രപതി സൈൻ ചെയ്ത്, 94 ജനുവരി 10 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത നിയമമാണ് നമ്മുടെ നിയമം. എങ്കിൽ പോലും 1993 ഗസറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആര് അല്ലെ? ഓർഡിനൻസിലൂടെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് 1994 ജനുവരി 10 നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓർഡിനൻസിലൂടെ രാഷ്ട്രപതി എന്ത് ചെയ്തിട്ടുണ്ട്? പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടെ എന്താ 93 സെപ്റ്റംബർ 28 ഭാഗമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. നമ്മുടെ ഈ ഒരു 93 നിയമത്തിൽ 8 അധ്യായവും അതുപോലെ എത്ര സെഷനാണുള്ളത്? 43 സെഷനാണുള്ളത്. അതായത് 40 എയും ബിയും കൂടെ ചേർത്ത് 45 സെഷനുകളുണ്ട്. നമുക്ക് ഓരോ സെഷനായിട്ട് നോക്കാം. ഒന്നാമത്തെ സെഷനിൽ പറയുന്നത് എന്താണ്? പ്രിലിമിനറി, പ്രാരംഭികമാണ്. രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അധ്യായം 3 പറയുന്നത് എന്താ? ഈ ഒരു കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളെയും കുറിച്ച് പറയുന്നതാണ്. അധ്യായം 4 എന്താ? നടപടിക്രമങ്ങളാണ്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അധ്യായം 6 എന്താണ്? മനുഷ്യാവകാശ കോടതികളാണ്. അധ്യായം 6 എന്താണ്? ഫിനാൻസ്, അക്കൗണ്ട്, ഓഡിറ്റ്. അധ്യായം 8 പലവക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ. ഇനി പണ്ടത്തെ പേരുകളാണ് സർദാർ പട്ടേൽ ഭവൻ ഓർ ഫരീദ് കോട്ട് ഹൗസ്, ന്യൂഡൽഹി കേട്ടോ. അതിൽ ഫരീദ് കോട്ട് ഹൗസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാനവ അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ അല്ലെങ്കിൽ ഫരീദ് കോട്ട് ഹൗസ്, ന്യൂഡൽഹി കേട്ടോ. അപ്പൊ ആസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. ഫരീദ് കോട്ട് ഹൗസ് അല്ലെങ്കിൽ എന്താണ്? മാനവ അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവൻ. ആസ്ഥാനം ന്യൂഡൽഹി. സർവേ ഭവന്തു സുഖിന, എല്ലാവരും സന്തോഷത്തിലായിരിക്കട്ടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന, എല്ലാവരും സന്തോഷത്തിലായിരിക്കട്ടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം വകുപ്പ് 3 പറയുന്നു കേട്ടോ. ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം അല്ലെ, എല്ലാവർക്കും അവകാശങ്ങളുണ്ട് അല്ലെ, അവർ ചുമതലകൾ നിർവഹിക്കുക. അപ്പൊ അതിനെ കുറിച്ച് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. വകുപ്പ് 3 ക്ലോസ് 1. അംഗങ്ങളെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 3 ക്ലോസ് 2. ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 2019 ഭേദഗതി പ്രകാരം ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ഉണ്ടായിരിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി ഉള്ള ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. മറ്റംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജിയോ സുപ്രീം കോടതി മുൻ ജഡ്ജി ഒരംഗം ആയ വ്യക്തിയായിരിക്കണം. ചെയർപേഴ്സൺ ആണെങ്കിൽ എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അംഗങ്ങളാണെങ്കിൽ ജഡ്ജിയോ അല്ലെങ്കിൽ മുൻ ജഡ്ജിയോ ആയിട്ടുള്ള വ്യക്തിയായാൽ മതി. 1+5 ആണ് കേട്ടോ. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ അല്ല എല്ലാവർക്കും? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരാവകാശ നിയമം കണ്ടിന്യൂവേഷൻ, പിന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമുക്ക് കംപ്ലീറ്റ് ആകും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ക്ലിയർ അല്ലേ? പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നോട്ട് വായിക്കുക. നമ്മൾ ക്ലാസ്സിലെടുത്ത് 4 പേജ് എടുത്തുള്ളൂ വിവരാവകാശ നിയമം. അതുപോലെ നമ്മുടെ ചെറിയ നിയമമായിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമം വെറും 2 പേജ് എടുത്തിട്ടുള്ളൂ. അതിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ചോദിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ 2 പേജിൽ തന്നെ ഉണ്ട്. ഐ മീൻ എന്താണ്, പ്രീവിയസ് നോക്കുമ്പോ ഈ മെയിൻ ആയിട്ട് ആ ഇയർ ആണ് 1993. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.